കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയത്തിലെ തർക്കത്തിൽ കെ.പി.സി.സി ജനറൽ സെക്രട്ടറി രമണി പി നായർക്കെതിരെ കെ മുരളീധരൻ. രമണി പി നായർ കോർ കമ്മിറ്റി ചെയർപേഴ്സൺ പദവി രാജിവെച്ചതിനെ കെ മുരളീധരൻ വിമർശിച്ചു. ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരാണ് അവരെന്നും രാജിവെച്ച് വാർത്ത ഉണ്ടാക്കരുതെന്നും മുരളീധരൻ പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ തിരക്കിലാണ് മുന്നണികൾ. സ്ഥാനാർത്ഥികൾ നേരിട്ട് നടത്തുന്ന വോട്ടഭ്യർത്ഥന പരിപാടികൾ എല്ലായിടത്തും തുടരുകയാണ്. LDF സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ പലയിടത്തും പൂർത്തിയായി. നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കുന്ന തിരക്കിലാണ് LDF സ്ഥാനാർത്ഥികൾ ഓരോ ഇടത്തും. അതേസമയം കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയത്തിലെ തർക്കങ്ങൾ അവസാനിക്കുന്നില്ല. സ്ഥാനാർത്ഥി നിർണയത്തിലെ തർക്കത്തിൽ കെ.പി.സി.സി ജനറൽ സെക്രട്ടറി രമണി പി നായർക്കെതിരെ കെ മുരളീധരൻ ഇന്ന് രംഗത്തെത്തി. കെ.പി.സി ജനറൽ സെക്രട്ടറിമാരൊന്നും അങ്ങനെ സ്ഥാനങ്ങൾ രാജിവെക്കാൻ പാടില്ല. അവരൊക്കെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങൾ വഹിക്കുന്നവരാണ്. അങ്ങനെയുള്ളവർ ഈ സന്ദർഭത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് നോക്കേണ്ടത്. അതിന് പകരം രാജിവെച്ച് വെറുതെ വാർത്തയുണ്ടാക്കരുത്. പെരിങ്ങമല സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതികരിച്ച റസിയ അൻസാറിനെയും മുരളീധരൻ വിമർശിച്ചു. അങ്ങനെ പരാതി പറഞ്ഞ ഒരു വനിത ആദ്യമായിട്ട് കൈരളിക്കാണ് ഇൻ്റർവ്യൂ കൊടുത്തത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഇതിൻ്റെ രാഷ്ട്രീയ വശം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഫോൺ സംഭാഷണമല്ല, കൈരളിയോടാണ് സംസാരിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ രാഷ്ട്രീയ നയം എന്താണെന്ന് വ്യക്തമായി. കൈരളിയോട് സംസാരിക്കുന്നതിന് മോശം ഉണ്ടായിട്ടല്ല, പക്ഷേ കൈരളിയോട് മാത്രം സംസാരിക്കുകയും ജയഹിന്ദിനോട് സംസാരിക്കുകയും ചെയ്തപ്പോൾ സംതിങ് റോങ് എന്നാണ് പാർട്ടി കണ്ടുപിടിച്ചിട്ടുള്ളത്. നേതാക്കളുടെ തുടർച്ചയായ ആത്മഹത്യയും അതിലുള്ള പ്രതികരണങ്ങളിലെ പ്രതിഷേധങ്ങളും BJPയിൽ തുടരുകയാണ്. നേതൃത്വത്തിനെതിരെ കൂടുതൽ നേതാക്കൾ രംഗത്തെത്തുന്ന കാഴ്ച. BJPയിലെ പുതിയ നേതൃത്വത്തിനെതിരെയുള്ള അതൃപ്തി തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.